ഇപ്പോൾ നമ്മുടെ ഫോൺ കംപ്ലൈൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കോൺടാക്ട്സ് നമ്മൾ അതിലോട്ട് സേവ് ചെയ്യേണ്ടി വരും. അപ്പം വളരെ സിമ്പിളായിട്ട് പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലോട്ട് എങ്ങനെയാണ് കോൺടാക്ട്സ് സേവ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ചില ആൾക്കാർക്ക് അറിയാത്തത് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം കോൺടാക്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കോൺടാക്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്താൽ ഈ ഒരു ആപ്പ് നമുക്ക് ലഭിക്കും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പം കോൺടാക്ട്സ് ആപ്പ് സെറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഏതിലൊക്കെയാണ് നമ്മൾ കോൺടാക്ട്സ് സേവ് ചെയ്തത് എന്ന് വെച്ചാൽ ആ ഫുള്ള് ഓപ്ഷൻസ് ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഫോണിൻ്റെ കാര്യത്തിൽ 2 ഇമെയിൽ ഐഡിയിൽ ഞാൻ കോൺടാക്ട്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സിമ്മിലും കോൺടാക്ട്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിലൊക്കെയുള്ള കോൺടാക്ട്സ് വേണം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിലുള്ള കോൺടാക്ട്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എക്സ്പോർട്ട് ടു .vcf ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അത് സേവ് ചെയ്യേണ്ട ഒരു സ്ഥലം ചോദിക്കും. എവിടെയെങ്കിലുമൊക്കെ സേവ് കൊടുക്കുക. ഇപ്പം ഞാൻ ഡൗൺലോഡ്സ് ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. കോൺടാക്ട്സ് .vcf എന്ന പേരിലാണ് ഇത് സേവ് ആവുന്നത്. സേവ് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫയൽ നമ്മൾ സെൻഡ് ചെയ്യണം. ഇത് നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ ഫയൽസ് വഴിയൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി വാട്സപ്പിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു താഴത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതാണ് ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ സെൻഡ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ സെൻഡ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അത് സെൻഡ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ഡോക്യുമെൻറ്റ്സ് വഴി സെൻഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫയൽസ് വഴിയൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഫോണിൽ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് കോൺടാക്ട്സ് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഏതിലോട്ടാണ് ഇത് സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ഏതിലോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ഐഡി കൊടുക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അത് സേവ് ചെയ്യുന്ന സമയത്ത് ആ ഫുൾ കോൺടാക്ട്സ് അതിലോട്ട് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ഫോണിൽ നമ്മുടെ ഫുൾ കോൺടാക്ട്സ് ലഭിക്കുന്നതായിരിക്കും, പഴയ ഫോണിലുള്ള അതേ കോൺടാക്ട്സ്. അപ്പം വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.